ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലോബൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഇറാൻ്റെ ഉള്ളിൽ ഹാർഡ് ലൈൻ ആയിട്ടുള്ള ലോ മേക്കേഴ്സ്, IRGC ലോ മേക്കേഴ്സ്, MPs അവർ പറയുന്നത് അമേരിക്ക ആക്രമണങ്ങൾ തുടരുന്നെങ്കിൽ തുടർന്നോട്ടെ, നമുക്ക് ആണവായുധം നിർമ്മിക്കാം, ന്യൂക്ലിയർ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഇറാൻ്റെ ഉള്ളിൽ നിന്നും ഇറാൻ്റെ ലോ മേക്കേഴ്സ് നടത്തിയിരിക്കുന്നത്. ഇത് എത്തരത്തിലുള്ള ഡേഞ്ചർ ആയിട്ടുള്ള വിഷയമാണെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്നാലും അമേരിക്കയ്ക്കെതിരെ, വെസ്റ്റിനെതിരെ ഈ തീരുമാനം എടുക്കണം എന്നുള്ളതിൽ അവർ പ്രൊവോക്കേഷൻ എന്നുള്ള രീതിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പേടിപ്പിക്കൽ എന്നുള്ള നിലയിലോ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നിരന്തരം പുറപ്പെടുവിക്കുന്നത് ശരിക്കും വെസ്റ്റിന് കൊടുക്കുന്ന ഒരു താക്കീതാണ്. അൻറ്റിൽ അമേരിക്കയും ഇസ്രായേലും ആയിക്കോട്ടെ ഈ എൻറിച്ച്ഡ് യുറേനിയം എവിടെയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ യുദ്ധം തുടരെ അങ്ങ് നടക്കും. അത് മാത്രമല്ല, അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൂടി ഒരു പരാജയമായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു അൺസർട്ടനിറ്റി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏത് വിധേയനെ അവസാനിപ്പിക്കപ്പെടുമെന്നുള്ളത് വ്യക്തമല്ല ഇപ്പോഴും. അതുകൊണ്ടാണ് യുദ്ധം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ ആക്രമണങ്ങൾ തുടരുമ്പോഴും മറ്റൊരു സൈഡിൽ ഈ സിലിണ്ടേഴ്സ് എവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഇറാൻ എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണവും നടത്തുന്നുണ്ട് അമേരിക്ക. അതേപോലെ ഇറാൻ്റെ ഉള്ളിൽ അവരുടെ ജനപ്രതിനിധികൾ, എന്ത് ജനപ്രതിനിധികൾ നമുക്കറിയില്ല, പക്ഷേ ഇറാൻ്റെ ലോ മേക്കേഴ്സ്, MPs, അതിലും ശരിക്കും ഈ IRGC ഡയറക്റ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ പറയുന്നത് ഇൻ്റർനെറ്റ് കട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. പൊതുജനങ്ങൾക്ക് ഇനി ഇൻ്റർനെറ്റ് വേണ്ട, ഇറാൻ്റെ ഉള്ളിൽ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളൊന്നും ഇനി പുറത്തു പോകേണ്ടതില്ല എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഫുട്ടേജസാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇൻ്റർനെറ്റ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് ഒരു 1.5 മാസമായിട്ട് അവർ ഇൻ്റർനെറ്റ് റിലാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വീണ്ടും റെസ്ട്രിക്റ്റ് ചെയ്യണമെന്നുള്ള നിലപാടാണ് ഇറാൻ്റെ പരമാവധി ലോ മേക്കേഴ്സിനുള്ളത്. ഇനി മസൂദ് പെസസ്കിയാനെ പറ്റിയൊരു അബദ്ധം. മസൂദ് പെസസ്കിയാൻ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, പുള്ളിക്കാരൻ ഇറാൻ്റെ സ്റ്റേറ്റ് TVക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ആയത്തുൽ അലി ഖമനേയ്ക്ക് 2 നിലപാടുകളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് ശരിക്കും ഇറാൻ്റെ സോവറിനിറ്റി സംരക്ഷിച്ചുകൊണ്ട് ഇറാനിയൻ ജനങ്ങളെടുത്ത് നമ്മൾ അമേരിക്കയുമായിട്ടൊരു കോംപ്രമൈസിനും പോവില്ല, കണ്ടിന്യൂസ് ആയിട്ട് അമേരിക്കയെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് ആണ് ഒരു സൈഡിൽ. പക്ഷേ അതേസമയം ബാക്ക് ചാനലിലൂടെ അമേരിക്കയുമായിട്ട് നെഗോസിയേഷൻ ചെയ്യാനാണ് ആയത്തുൽ അലി ഖമനേയി പെസസ്കിയാനെ ഉപദേശിച്ചിരുന്നത് എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് പുള്ളിക്കാരൻ ആ ഒരു ഇൻ്റർവ്യൂവിലൂടെ പറഞ്ഞു വെച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ ആ ഇറാൻ്റെ സ്റ്റേറ്റ് TV IRGCയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന TV ആയതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ IRGC മോണിറ്റർ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ അവർ പബ്ലിഷ് ചെയ്യുന്നത്. കൺട്രോൾഡ് ന്യൂസാണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിലെ ആ പോർഷൻ IRGC പറഞ്ഞതിനെ തുടർന്ന് ആ ടെലിവിഷൻ ചാനൽ ടെലികാസ്റ്റ് ചെയ്തില്ല, അത് വെട്ടിമാറ്റി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കോൺട്രവേഴ്സി ഇപ്പം ഇറാൻ്റെ ഉള്ളിൽ ചർച്ചയാകുന്നുണ്ട്. മുഹമ്മദ് മിറാസായി എന്ന് പറഞ്ഞ ഒരു ലോ മേക്കറാണ്, IRGCയുടെ ഹാർഡ് കോറാണ് ഇയാളാണ് ശരിക്കും ഈ ഇറാൻ്റെ ഈ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ തലപ്പത്തുള്ളത്. അയാളാണ് ഈ കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. ഈ വിഷയം ഇറാൻ്റെ ഉള്ളിൽ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാൻ അമേരിക്ക യുദ്ധം ഇനി വൈഡനിങ് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. അത് വികസിക്കും, തികച്ചും മിഡിൽ ഈസ്റ്റ് ഒരു യുദ്ധഭൂമിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അതാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ മേ നോട്ട് ബി റെഡി ഫോർ ഡീൽ. അവരൊരു പക്ഷേ ഡീലിന് തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യമല്ലായിരിക്കും, പക്ഷേ എന്നാലും അവർ പറയുന്നത് ഞാൻ കേൾക്കും, വി ആർ റെഡി ടു ലിസൺ, അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രംപ് ഇറാനെ കേൾക്കാൻ തയ്യാറാണ്, പക്ഷെ എന്ന് പറഞ്ഞിട്ട് ചർച്ച എന്ന് പറഞ്ഞിട്ട് ഈ ആക്രമണം നിർത്തിവെക്കാൻ തയ്യാറല്ല. അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാർ അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ട്രംപിൻ്റെ എയർഫോഴ്സ് 1 എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റിന് ഭീഷണിയുണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തലും കൂടി വരുന്നുണ്ട്. അതായത് എയർഫോഴ്സ് 1 എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന ഒരു ലക്ഷറി വിമാനമാണ്. അപ്പോൾ അത് ശരിക്കും തുർക്കിയിലേക്ക് നാറ്റോ സബ്മിറ്റിന് വേണ്ടിയിട്ട് അങ്കാറയിലേക്ക് യാത്ര ചെയ്തിരുന്ന സമയത്ത് അതിനെതിരെ ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളൊരു വെളിപ്പെടുത്തൽ ഇന്ന് നടത്തിയിട്ടുണ്ട്. വൈറ്റ് ഹൗസാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതുപോലെ ഇറാൻ്റെ ലോ മേക്കേഴ്സ്, ശരിക്കും ലോ മേക്കേഴ്സാണ് കൂടുതൽ അവിടെ ഇപ്പോൾ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോ മേക്കേഴ്സ് നമ്മൾ പറയുമ്പോഴത്തേക്കും എപ്പോഴും അതിനകത്ത് മനസ്സിലാക്കേണ്ടത് IRGCയുടെ ഡീപ്പ് കോർ ബിലീവേഴ്സ് അതിനകത്തുണ്ട്. അവർ ട്രംപിനെ ഗോലിയാത്തിൻ്റെ പൊസിഷനിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അവർ ഗോലിയാത്തായിട്ടാണ് ശരിക്കും ട്രംപിനെ കാണുന്നത്. അതുപോലെ ബഹ്റൈൻ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ രാത്രി മുഴുവനും ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഇടപെട്ട സമയങ്ങളിൽ. അതെല്ലാം തന്നെ ബഹ്റൈൻ ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാനും ഇറാഖും തമ്മിൽ ശരിക്കും അങ്ങനെ ഒരു യുദ്ധത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഞാൻ നടത്തുന്നില്ല. പക്ഷേ അതേസമയം സ്റ്റേറ്റ് ഓഫ് ഹോർമോസിലൂടെ ഇറാഖിൻ്റെ എണ്ണ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഇറാൻ ചെയ്തു തരണം എന്നുള്ള റിക്വസ്റ്റാണ് ശരിക്കും ഇറാഖിൻ്റെ പ്രൈം മിനിസ്റ്റർ അലി അൽ-സാദെ ഇറാൻ സന്ദർശിച്ച സമയത്ത് മസൂദ് പെസസ്കിയാനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, മസൂദ് പെസസ്കിയാൻ ഒന്നും തന്നെ ചെയ്യാനില്ല എന്നുള്ളതാണ്. IRGCയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മൾ വളരെ ഡീപ്പായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ആക്രമണം നടത്തണോ വേണ്ടിയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് IRGC ആണ്.
പെസസ്ക്യാനും അബ്ബാസ് അറക്ചിക്കും യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ്. അവരൊക്കെ ശരിക്കും ഇങ്ങനെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ചർച്ച നടത്തുന്നു എന്നുള്ളതിലുപരിയായിട്ട് ഒരു റോളും ഇല്ല. അവരുടെ കൺട്രോളിലല്ല ആർമി ഉള്ളത്. അവർ വിചാരിച്ചാൽ ഒന്നും നടക്കത്തുമില്ല എന്നുള്ളതാണ്. അമേരിക്ക ഒമാൻ്റെ തീരത്ത് ഒരു കപ്പലിനെ സ്റ്റോപ്പ് ചെയ്തതായിട്ടും അത് ആക്രമിച്ചതായിട്ടൊക്കെയുള്ള വാർത്തകൾ ഇറാൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്, ഒമാൻ്റെ തീരത്ത് വെച്ചിട്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് ഇറാൻ്റെ സൈഡിൽ നിന്ന് വന്ന വെസലാണോ എന്നുള്ളത് അമേരിക്ക തന്നെയാണ് ആ വെളിപ്പെടുത്തൽ നടത്തേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് ഒമാൻ്റെ സൈഡിൽ അമേരിക്ക ഒരു ഷിപ്പ് തടഞ്ഞിട്ടിരിക്കുന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത ഇറാൻ്റെ സൈഡിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. ലോയിഡ് ഇൻഷുറൻസ് കമ്പനി ഒരു അറിയിപ്പുമായിട്ട് വന്നിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് വെസൽ കവറേജ് ബാധകമല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കുഡ് വോയിഡ്, അതായത് ലോയിഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നും ഇൻഷുറൻസ് വാങ്ങിച്ചുകൊണ്ടാണ് ഈ കപ്പൽ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ കപ്പലുകൾക്ക് ആക്രമണം നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഷുറൻസ് തുക ലോയിഡ് കവർ ചെയ്യില്ല എന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ്. MT-11 എന്ന് പറഞ്ഞ ഒരു മെർച്ചൻ്റ് ഷിപ്പിനെയാണ് അമേരിക്ക തടഞ്ഞു വെച്ചിരിക്കുന്നത് ഒമാൻ്റെ തീരത്ത്. ആക്രമണം നടത്തിയിട്ടില്ല, പക്ഷേ അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അസോസിയേറ്റഡ് പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള പത്രമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത പുറത്തിറക്കിയിരിക്കുന്നത്. ആദ്യം ഇത് ഇറാൻ്റെ സൈഡിൽ നിന്നുമാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നത്. അസോസിയേറ്റഡ് പ്രസ് ശരിക്കും പറഞ്ഞിരിക്കുന്നത് ആക്രമണം നടത്തി എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഡിസേബിൾഡ്. ഇന്ത്യ ശരിക്കും വീണ്ടും ഒരു പ്രാവശ്യം കൂടി ചൈനയ്ക്കെതിരെ നിലപാടെടുത്തിരിക്കുകയാണ്. പാകിസ്ഥാൻ ചൈനയ്ക്ക് കൈമാറിയ ഇന്ത്യയുടെ കശ്മീരിൻ്റെ ഉള്ളിൽ ഈ കാരക്കോറം ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ശരിക്കും ഒരു ഗേറ്റ് പണിതിട്ടുണ്ട്. അത് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയ്ക്ക് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ ചൈനയ്ക്കെതിരെ. പാകിസ്ഥാനിൽ ഖൈബർ പഖ്തൂൺഖ്വ പ്രൊവിൻസിൽ ഒരു പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ ചാവേർ ആക്രമണം. അതിൽ 15 പേരാണ് മൊത്തം കൊല്ലപ്പെട്ടത്. അതിൽ 12 പാക് സോൾജേഴ്സും ഉൾപ്പെടും. ഈ പാക് സോൾജേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പൊട്ടിത്തെറി നടത്തിയിരിക്കുന്നത് തന്നെ. 3 സിവിലിയൻസാണ് ഇതിനകത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ ഈ പാക് പട്ടാളക്കാരാണ്. നോർത്ത് വെസ്റ്റ് പ്രൊവിൻസാണ് ഖൈബർ പഖ്തൂൺഖ്വയിൽ, നോർത്ത് വെസ്റ്റ് പ്രൊവിൻസിലാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഈ പൊട്ടിത്തെറി നടന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഖൈബർ പഖ്തൂൺഖ്വയിൽ മാത്രമല്ല, അവിടെ TTP-യുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പാക് സോൾജേഴ്സ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്നതെങ്കിൽ ബലൂചിസ്ഥാൻ മേഖലയിലും ഇതേപോലെ അപകടങ്ങൾ മീൻസ് ഈ പൊട്ടിത്തെറികൾ തുടർക്കഥയായിട്ട് മാറുകയാണ്. ഏത് പ്രൊവിൻസിലാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളില്ലാത്തത്? ശരിക്കും എല്ലാ പ്രൊവിൻസിലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.